ഹലോ മക്കളെ, +1 സെക്കൻഡ് ടേം എക്സാം എല്ലാം ആരംഭിച്ചു കഴിഞ്ഞു. അതിഗംഭീരമായിട്ട് നമ്മൾ ഇംഗ്ലീഷും കെമിസ്ട്രിയും പൂർത്തീകരിച്ചു. ഇനി മാത്തമാറ്റിക്സിന്റെ ഊഴമാണ്. ഒരു രാത്രി മാത്രമാണ് നിങ്ങൾക്ക് മാത്സ് പഠിക്കാൻ വേണ്ടിയുള്ളൂ. സോ ഈ കാണുന്ന രാത്രി നിങ്ങൾ നിർബന്ധമായിട്ടും ചെയ്തിരിക്കേണ്ട ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്നാണ് നമ്മൾ ഇവിടെ പറയാൻ വേണ്ടി പോകുന്നത്. സോ ഈ കാണുന്ന ക്വസ്റ്റ്യൻ എല്ലാവരും പഠിച്ചുകൊണ്ട് വേണം നാളത്തെ എക്സാമിന് പോകാനായിട്ട്. ഇതേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും നാളെ നിങ്ങൾ എക്സാം ഹാളിൽ കാണാൻ വേണ്ടി പോവുക. ഓക്കെ, സോ ഈ കാണുന്ന ചോദ്യം പഠിച്ചു കഴിഞ്ഞാൽ വളരെ സുഖമായിട്ട് നിങ്ങൾക്ക് 40 മാർക്ക് മേലെ ലഭിക്കുന്നതായിരിക്കും. ആദ്യമായിട്ടാണ് പരിശോധിക്കാൻ വേണ്ടി പോകുന്നത് ഏറ്റവും അധികം ഡിഫിക്കൽട്ടി പറയുന്ന ഒരു ചാപ്റ്റർ. ഒരുപാട് പേരുടെ പേടി സ്വപ്നം, ലിമിറ്റ്സ് ആൻഡ് ഡയറക്റ്റീവ്സ്. മക്കളെ, ഈ കാണുന്ന ടൈപ്പ് ഒരു ചോദ്യം എന്തായാലും എക്സാമിനുണ്ടാകും. എല്ലാത്തിലും ഉപയോഗിക്കുന്നത് സെയിം ഫോമാറ്റ് തന്നെയാണ്, യാതൊരു മാറ്റവുമില്ല. x⁻n - a⁻n ഡിവൈഡഡ് ബൈ x - a എന്ന് പറയുന്ന ഒരു ചെറിയ കോൺസെപ്റ്റ് ഉണ്ട്. ആ കാണുന്ന കോൺസെപ്റ്റ് വെച്ചുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾക്ക് നാളെ എക്സാം ഹാളിൽ കാണാൻ വേണ്ടി സാധിക്കുക. എക്സാം ഈസി ആണെങ്കിൽ ഇവനായിരിക്കും. ഇൻ കേസ് ഇപ്പോഴത്തെ കാരണം ട്രെൻഡ് അനുസരിച്ചിട്ട് +2കാരുടെ പരീക്ഷ കഴിഞ്ഞു. +2കാരുടെ പരീക്ഷ പരിശോധിച്ചു കഴിഞ്ഞപ്പോൾ അത്യാവശ്യം നിലവാരമുള്ള ഒരുപാട് ചോദ്യങ്ങൾ കാണാൻ വേണ്ടി സാധിച്ചു. ഇന്നായിരുന്നു +2 സെക്കൻഡ് ടേം എക്സാം ഉണ്ടായിരുന്ന മാത്തമാറ്റിക്സ്. ഒരുപാട് നിലവാരമുള്ള ചോദ്യമാണ് നമുക്ക് മാത്തമാറ്റിക്സിനകത്ത് കാണാൻ വേണ്ടി സാധിച്ചത്. അതുകൊണ്ട് നിങ്ങളുടെ പരീക്ഷയും നിലവാരം ഉയരാൻ ഒരുപാട് സാധ്യതയുണ്ട്. അതുകൊണ്ട് എക്സാം ഈസി ആണെങ്കിൽ ഇവനായിരിക്കും. എക്സാം എങ്ങാനും ഡിഫിക്കൽട്ട് ആവുകയാണെങ്കിൽ ഈ കാണുന്ന ചോദ്യമായിരിക്കും നിങ്ങൾക്ക് എക്സാം ഹാളിൽ കാണാൻ വേണ്ടി സാധിക്കാം. വളരെ സുഖമായിട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കുമെങ്കിലും അത്യാവശ്യം ട്രിക്കിയാണിത് ഈ ഒരു ചോദ്യം എന്ന് പറയുന്നത്. ഇതാണ് മക്കളെ ലിമിറ്റ്സിനകത്ത് നമുക്ക് എന്തായാലും ഒരു 3 മാർക്കിനോളം ചോദിച്ചിരിക്കുന്ന ഒരു ചോദ്യം. ഓക്കെ, 3 മാർക്ക് വരെയാണ് ഈ കാണുന്ന ക്വസ്റ്റ്യന് പൊതുവെ ചോദിക്കാറ് എന്ന് എല്ലാവരും മനസ്സിലാക്കുക. ഇവരാണെങ്കിൽ നമുക്ക് ഇതാണ് 2 മാർക്കും. സോ ഇങ്ങനെയാണ് നമ്മുടെ ചോദ്യ പേപ്പറിനകത്ത് ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക എന്ന് എല്ലാവരും മനസ്സിലാക്കി തന്നെ വേണം മുന്നോട്ട് പോകാൻ വേണ്ടി. അപ്പൊ ചോദിക്കും, ഈ കാണുന്ന ക്വസ്റ്റ്യൻസിന്റെ ആൻസർ പറഞ്ഞു തരില്ലെന്ന്. പറഞ്ഞു തരും. ഇപ്പോഴല്ല, ഇന്ന് വൈകുന്നേരം കൃത്യം 7 മണിക്ക് സൈലത്തിന്റെ മോസ്റ്റ് സെലിബ്രേറ്റഡ് പ്രോഗ്രാം ആയിട്ടുള്ള സൂപ്പർ 6 ടീമായിട്ട് ഞങ്ങൾ മാത്സ് ടീമിലെ എല്ലാവരും വരുന്നുണ്ട്. സോ അവിടെ എല്ലാവരും ഉണ്ടാവുക. ഈ കാണുന്ന ക്വസ്റ്റ്യൻസിന്റെ എല്ലാം തന്നെ സൊല്യൂഷൻ നിങ്ങൾക്ക് അവിടെ ഞങ്ങൾ പറഞ്ഞുതരും. ഇതാ മക്കളെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. അതായത് sin x ഡിവൈഡഡ് ബൈ x എന്ന് പറയുന്നത് ആസ് ലിമിറ്റ് x → 0 1 ആണെന്ന് എല്ലാവർക്കും അറിയാം. ആ കാണുന്ന കോൺസെപ്റ്റ് ബേസ് ചെയ്തുകൊണ്ട് ചോദ്യം. ഈ ഒരു ചോദ്യമായിരുന്നു നിങ്ങൾക്കല്ല, നിങ്ങളുടെ തൊട്ട് സീനിയേഴ്സിന് മോഡൽ എക്സാമിന് ചോദിച്ചത്. 2024 മോഡൽ എക്സാമിന് ചോദിച്ച ചോദ്യം ഇതായിരുന്നു. ആൻഡ് ഇത് പണ്ടൊരിക്കൽ സെക്കൻഡ് ടേം എക്സാമിന് ചോദിച്ചത്. രണ്ടും അത്യാവശ്യം നിലവാരമുള്ള ചോദ്യമാണ്. ഞാൻ ഒരിക്കലും ഇത്തരത്തിലുള്ള ചോദ്യം, അതായത് sin 4x ഡിവൈഡഡ് ബൈ x ആസ് ലിമിറ്റ് x → 0 എന്താണെന്ന് ഒരു ചോദ്യം ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നില്ല. വേറെ ഒന്നുമല്ല, ഇത് ഭയങ്കര സിമ്പിൾ ആയിപ്പോയി. അത്രമേൽ സിമ്പിളായ ഒരു ചോദ്യം ചിലപ്പോൾ നാളത്തെ ചോദ്യ പേപ്പറിൽ ഉണ്ടാകാൻ സാധ്യതയില്ല. കുറച്ചും കൂടി ഡിഫിക്കൽട്ട് ആയ ക്വസ്റ്റ്യൻസ് ആണ് ഈ കാണുന്ന ചാപ്റ്ററിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് മക്കളെ, ഈ കാണുന്ന ക്വസ്റ്റ്യൻസ് എല്ലാവരും നിർബന്ധമായിട്ട് നോട്ട് ചെയ്ത് വേണം ഒന്ന് പോകുവാൻ വേണ്ടി പറഞ്ഞുകൊണ്ട് നേരെ പോകുന്നു അടുത്ത ക്വസ്റ്റ്യനിലേക്ക്. ശ്രദ്ധിക്കുക എല്ലാവരും. അങ്ങനെ ലിമിറ്റ്സ് നമ്മൾ ഓരോന്ന് പറഞ്ഞു പോകുമ്പോൾ ലിമിറ്റ്സിനകത്ത് കംപ്ലീറ്റ് ചെയ്ത് നമ്മൾ ഡെറിവേറ്റീവ്സിലേക്ക് പോകുന്നു. ഏറ്റവും അധികം ചാൻസ് sin x. നിങ്ങൾ പഠിക്കേണ്ടത് sin x-ന്റെ ഡെറിവേറ്റീവ് പഠിക്കണം യൂസിങ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ. cos x പഠിക്കാം, tan x പഠിക്കാം. ഇതിൽ സൈനും കോസും ഒരേപോലെയാണ് ചെയ്യാൻ. tan x ഒരു ചെറിയ മാറ്റമുണ്ട്. നമ്മൾ ടാനിന് എന്താണ് sin ബൈ കോസ് ആക്കി മാറ്റുകയാണ് ചെയ്യാനായിട്ട്. ഇതിന് പുറമെ ഒരാളെയും കൂടി പഠിച്ചുകൊണ്ട് പോവുക x². ഈ 4 പേരെയാണ് നിങ്ങൾ ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സിലെ ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഉപയോഗിച്ച് ചെയ്യേണ്ട ചോദ്യമെന്ന് എക്കാലും പറയാറ്. ഈ 4 ചോദ്യം നമ്മൾ എന്താണ് മുൻ ലൈവിൽ ലിമിറ്റ്സിന്റെ ലൈവിനകത്ത് ഞാൻ കമ്പ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ആരും പേടിക്കേണ്ടതില്ല. ഇന്ന് വൈകുന്നേരം നമ്മൾ എന്താണ് ഈ കാണുന്ന ക്വസ്റ്റ്യൻസ് ഡീൽ ചെയ്തായിരിക്കും പറഞ്ഞുകൊണ്ട് നേരെ പോകുന്ന അടുത്ത ക്വസ്റ്റ്യനിലേക്ക്. പ്രൊഡക്റ്റ് റൂൾ ആൻഡ് കോഷ്യന്റ് റൂൾ. ഈ 2 ചോദ്യത്തിലെ ഒരെണ്ണമാണ് നാളത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാം. ഒന്നുകിൽ പ്രൊഡക്റ്റ് റൂൾ ആയിരിക്കും. പ്രൊഡക്റ്റ് റൂൾ ഉണ്ടെങ്കിൽ, അതായത് 2 ഫംഗ്ഷന്റെ മൾട്ടിപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ അതിനെ പ്രൊഡക്റ്റ് റൂൾ എന്ന് പറയും. അത് ഉണ്ടാകാം. അതുമല്ലെങ്കിൽ കോഷ്യന്റ് റൂൾ എന്ന് പറയും. ന്യൂമറേറ്റർ ബൈ ഡിനോമിനേറ്റർ ഫോർമാറ്റിലാണെങ്കിൽ എന്താണ് ഡെറിവേറ്റീവ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റും കൂടിയും എക്സാമിന് ഉണ്ടാകാം. സോ ഈ കാണുന്ന 2 ക്വസ്റ്റ്യനിലെ ഒരെണ്ണമാണ് മക്കളെ എക്സാമിന് ചോദിക്കുന്നത് പറഞ്ഞുകൊണ്ട് ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സിലെ ദി മോസ്റ്റ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ആൻഡ് ദി മോസ്റ്റ് ഇമ്പോർട്ടന്റ് ടൈപ്സ് എല്ലാം തന്നെ ഡീൽ ചെയ്തു നേരെ പോകുന്നു അടുത്ത പാഠം. ഇറ്റ്സ് നത്തിങ് ബട്ട് കോണിക് സെക്ഷൻസ്. കോണിക്കില് പണ്ട് ചോദിക്കാറ് x² + y² + 2gx + 2fx 2fy + c = 0 എന്ന് പറയുന്ന ഒരു ജനറൽ ഫോർമാറ്റ് ഉണ്ട്. ഈ കാണുന്ന ഫോർമാറ്റിനകത്തുള്ള ചോദ്യങ്ങളാണ് പൊതുവെ പണ്ട് ചോദിക്കാറ്. ഇപ്പോൾ അതിന്റെ ട്രെൻഡൊക്കെ കഴിഞ്ഞു എന്ന് പറയാം. നിലവിലെ ചോദ്യ പേപ്പറിനകത്ത് വലിയ മാറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ ഇതും പണ്ടത്തെ പ്രീവിയസ് ഇയർ തന്നെയാണ്. ഒരു ചോദ്യം മാത്രം ചോദിച്ചുകൊണ്ട് കോണിക്കിനകത്ത് 4 മാർക്ക് നേടാൻ വേണ്ടി സാധിക്കുന്ന ഒരു ചോദ്യമാണിത്. ഇവൻ ഏറ്റവും അധികം ചാൻസ് എന്ന് പറയുന്നത് സർക്കിളിന്റെ ഒരു ചോദ്യവും അതല്ലെങ്കിൽ എലിപ്സിന്റെ ഒരു ചോദ്യം.
ഇതാണ് 4 മാർക്കിന് ഏറ്റവും ചാൻസ്. സോ 4 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ എന്തായാലും കോണിക്കിൽ നിന്നുണ്ടാകും. ആ കാണുന്ന 4 മാർക്ക് എന്ന് പറയുന്നത് സർക്കിൾ, ബാർ, എലിപ്സ്. സർക്കിളിന്റെ ചോദ്യം ഇതാണെങ്കിൽ 4 മാർക്ക് ഷുവർ ഷോട്ട്. ഇനി എലിപ്സ് ആണെങ്കിൽ നോക്കി മക്കളെ, ഇങ്ങനത്തെ ഒരു ചോദ്യമാണ് നമുക്ക് എന്ത് എലിപ്സിനകത്ത് ഏറ്റവും അധികം കാണാൻ വേണ്ടി സാധിക്കാതെ ഈ കാണുന്ന എ സെക്ഷൻ ഇവൻ ഇത് റിപ്പീറ്റഡ് ആയിട്ട് 4 മാർക്കിന് ഒരുപാട് തവണ ചോദിച്ചതാണ്. ഒരുപാട് തവണ 4 മാർക്കിന് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചു കൊണ്ടിരിക്കുന്ന ഭാഗം. പക്ഷെ 2024 പരീക്ഷയ്ക്കകത്ത് ഫോക്കസും വേർട്ടക്സും നിന്നുകൊണ്ട് ഇതേപോലത്തെ ടൈപ്പ് ചോദിച്ചിരുന്നു. 2 മാർക്കിന് ഇക്വേഷൻ ചോദിക്കും. പിന്നെ നമുക്ക് എന്താണ് ബാക്കി ഇതുമായിട്ട് ബന്ധപ്പെട്ട എക്സെൻട്രിസിറ്റിയും അതുപോലെ തന്നെ ലെങ്ത് ഓഫ് ലാറ്റസ് വെക്ടറും എല്ലാം തന്നെയാണ് ചോദിക്കുക. അതായത് ഇക്വേഷൻ എഴുതി കഴിഞ്ഞാൽ വളരെ സുഖമായിട്ട് മാർക്ക് ലഭിക്കാവുന്ന ഒരു 4 മാർക്ക് ചോദ്യമായിരിക്കും ഇവൻ. അപ്പോൾ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ രണ്ടും നോട്ട് ചെയ്യണം. കാരണം എലിപ്സ് കറന്റ് സിനാരിയോയില് ട്രെൻഡിങ് ആയ ഒരു ഭാഗമാണ്. ആ കാണുന്ന ട്രെൻഡിനൊപ്പം നമ്മൾ എന്താണ് യാത്ര ചെയ്യണം. ഈ ട്രെൻഡിനൊപ്പം തന്നെ 2023 ബോർഡ് എക്സാം വരെ ഹൈപ്പർബോള എന്ന് പറയുന്നൊരു ഭാഗം ചോദിച്ചിരുന്നില്ല, ഓൺലി എലിപ്സ്. പക്ഷേ ട്രെൻഡ് മാറ്റം അവിടെ നിന്നാണ് നമ്മൾ ആരംഭിച്ചത്. 2023 എക്സാമിലാണ് ട്രെൻഡ് മാറിക്കൊണ്ട് ആദ്യമായിട്ട് ഹൈപ്പർബോള എന്ന് പറഞ്ഞ ഭാഗം എക്സാമിന് വെച്ച് അത് ഈ കാണുന്ന ക്വസ്റ്റ്യൻ ആയിരുന്നു. അത് ഇവനെ തന്നെയാണ് ചോദിക്കാറ്. മുൻ വർഷങ്ങളും പണ്ട് ചോദിച്ചിട്ടുണ്ട്, അത് ഇവൻ മാത്രമായിരുന്നു. സോ എലിപ്സിലെ ചോദ്യങ്ങൾ പറഞ്ഞു, ഹൈപ്പർബോള പറഞ്ഞു. എലിപ്സിൽ എല്ലാവരും നോട്ട് ചെയ്യേണ്ട ഒരു ക്വസ്റ്റ്യൻ കൂടിയുണ്ട്, അത് ഇവനാണ്. ഇതിനകത്ത് നമുക്കറിയാം ഒരു പോയിന്റ് കൂടെ പാസ് ചെയ്യുന്നു, അതേപോലെ ഫോക്കസ് അറിയാം. അങ്ങനെയാണെങ്കിൽ എലിപ്സിന്റെ ഇക്വേഷൻ എന്ത്? സോറി, ദ ലെങ്ത് ഓഫ് മേജർ ആക്സിസ് എന്നാണ് ആദ്യത്തെ ചോദ്യം വരുന്നത്. ഇത് വരുന്നത് ഡിസ്റ്റൻസ് ഫോർമുല വെച്ച് ചെയ്യണമെന്ന് നമ്മൾ ക്ലാസ്സിനകത്ത് പരിശോധിച്ചിട്ടുണ്ട്. ആ കാണുന്ന ഒരു ഡിഫിക്കൽട്ടി ലെവൽ ഇതിനകത്ത് കാണാൻ വേണ്ടി സാധിക്കും. 6 മാർക്കിനോളം എന്താണ് പണ്ടൊരിക്കൽ എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. 6 മാർക്ക്, 1 2 അല്ല, 6 മാർക്ക്, 6 മാർക്സ്. ഇതിന് ഡിഫിക്കൽട്ടി എന്ന് പറയുന്നത് ഫോക്കസിലത്തെ 2 ഫോക്കസ് ഉണ്ട്. ഓക്കെ, എലിപ്സിന് പോയിന്റ് എടുത്തു. നിങ്ങൾക്കറിയാം ഈ കാണുന്ന ഡിസ്റ്റൻസിന്റെ സം എന്ന് പറയുന്നത്, അതായത് ഫോക്കസിൽ നിന്ന് ഈ പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസിന്റെ സം എന്ന് പറയുന്നത് 2a ആണെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. 2a എന്താണ്? ലെങ്ത് ഓഫ് മേജർ ആക്സിസ്. അങ്ങനെ ആലോചിച്ച് നമ്മൾ എന്താണ് ഇതിലേക്ക് എത്തണം. ഗംഭീരമായ ചോദ്യമാണ് മക്കളെ. പ്ലീസ് മേക്ക് എ നോട്ട് ഓൺ ദിസ് ക്വസ്റ്റ്യൻ. ഇന്ന് വൈകുന്നേരം കൃത്യം 7 മണിക്കുള്ള സൂപ്പർ 60 ഞാൻ ഈ ചോദ്യം നിങ്ങൾക്ക് വേണ്ടി ഡിസ്കസ് ചെയ്യുന്നതാണ്. സോ എല്ലാവരും ഓർത്തോളൂ, ഈ ക്വസ്റ്റ്യൻ ഇന്ന് വൈകുന്നേരം 7 മണിക്കുള്ള സൂപ്പർ 60 നിങ്ങൾ കാണാൻ വേണ്ടി സാധിക്കും. ഇനി പൊതുവെ യൂഷ്വൽ ആയിട്ട് ചോദിക്കുന്നു. ഇനിയിപ്പോ ചോദിക്കും, അപ്പോഴോ മനുഷ്യ പാരബോൾ പഠിക്കണ്ടേ? പാരബോൾ എന്ന് വളരെ ജനറൽ ക്വസ്റ്റ്യൻ, വളരെ കോമൺ ക്വസ്റ്റ്യൻ. ഫോക്കസ് തരും, എന്താണ് പാരബോളിക് ഇക്വേഷൻ? അല്ലെങ്കിൽ ഇങ്ങനെ ഇക്വേഷൻ തരും, എന്താണ് ഫോക്കസ്, എന്താണ് ആക്സിസ്, എന്താണ് ലെങ്ത് ഓഫ് ലാറ്റസ് വെക്ടർ. വളരെ സിമ്പിൾ ആയ ചോദ്യമാണ് പാരബോള ചോദിക്കുക. 3 മാർക്കിന്റെ സെക്ഷനകത്ത് പാരബോളയുടെ ഒരു ചോദ്യമാണ് എക്സ്പെക്ട് ചെയ്യേണ്ടത്. ഒന്നുകിൽ പാരബോളയുടെ ക്വസ്റ്റ്യൻ, അതുമല്ലെങ്കിൽ ഈസി ആയ സർക്കിളിന്റെ ക്വസ്റ്റ്യൻ. സോ 3 മാർക്സ് നമുക്ക് എന്താണ് 2 ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാം. ഇൻ ദ സെൻസ് ബാറാണ് പറയുന്നത്, ഒന്നുകിൽ പാരബോള ഓർ സർക്കിളിലെ ഈസി ആയ ക്വസ്റ്റ്യൻ. 4 മാർക്ക് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതാണ് ഒന്നുകിൽ സർക്കിളിലെ കടികെട്ട് ക്വസ്റ്റ്യൻ, അല്ലെങ്കിൽ എലിപ്സിലെ ഒരു മാന്യമായ ചോദ്യം. ഇതാണ് നമ്മൾ ഏറ്റവും അധികം എക്സ്പെക്ട് ചെയ്യുന്ന ഭാഗം എന്ന് പറയുന്നത്. മുന്നോട്ട് പോകുന്നു അടുത്ത പാഠത്തിലേക്ക്. റിലേഷൻ ഫങ്ഷൻസ്. നാളെ നിങ്ങൾ ചോദ്യ പേപ്പർ നോക്കുമ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, സെക്കൻഡ് ക്വസ്റ്റ്യൻ, അത് ഇങ്ങനത്തെ ഒരെണ്ണമായിരിക്കും, ഈ ടൈപ്പ് ആയിരിക്കും. വിച്ച് മീൻസ് എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും ഉണ്ടാകും, വിൽ ബി ഈക്വൽ ടു വേറൊരു എക്സും വൈയും. അങ്ങനെയാണെങ്കിൽ എന്താണ് എക്സ്, എന്താണ് വൈ? 2 കോർഡിനേറ്റ്സ് ഈക്വൽ ആണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും ഈക്വൽ ആണെന്ന് പറയുന്ന കോൺസെപ്റ്റാണ് നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. അതേപോലെ എ ക്രോസ് ബിയോ ബി ക്രോസ് എയോ എ ക്രോസ് എയോ കാണാൻ വേണ്ടി സാധിക്കുന്ന ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എന്താണ് ഇവിടെ ഉണ്ടാകും. ഇതാണ് മക്കളെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് നമ്മൾ നാളത്തെ ചോദ്യ പേപ്പറിനകത്ത് കാണാൻ വേണ്ടി പോകുന്നത്. മുന്നോട്ട് പോകുന്നു റിലേഷൻസിലെ അടുത്ത ക്വസ്റ്റ്യൻസ്. ഇനി ഒന്ന് പാറ്റേൺ മാറ്റി ചോദിക്കണം. പണ്ടൊരിക്കൽ ഒരു മോഡൽ എക്സാം ഉണ്ടായിരുന്നു, പാറ്റേൺ മാറ്റി ചോദിച്ചത്. ഇത്ര മാത്രമേ ഉള്ളൂ. നമുക്ക് ആരോ ഡയഗ്രാം വരയ്ക്കാൻ പറയാം. തിരിച്ചും പറയും, എങ്ങനെ? ആരോ ഡയഗ്രാം തരും, എന്നിട്ട് ഫംഗ്ഷൻ ആരാണെന്ന് പറയാൻ പറയാം. ഇതേ സെയിം ക്വസ്റ്റ്യൻ ആണ് എപ്പോഴും ചോദിക്കാറ്. ഇത് ഇങ്ങനെ തന്നെ തരും, y ഈക്വൽ ടു x പ്ലസ് 1. എന്താണ് ആരോ ഡയഗ്രാം? അതല്ലെങ്കിൽ ഇതിന്റെ ആരോ ഡയഗ്രാം തരും, തിരിച്ചു പറയാൻ പറയും ഏതാണ് ഫംഗ്ഷൻ y ഈക്വൽ ടു 2x പ്ലസ് 1. വളരെ സുഖമായിട്ട് നിങ്ങൾക്ക് അനലൈസ് ചെയ്യാൻ വേണ്ടി സാധിക്കുമെന്ന് 100% ഉറപ്പുള്ള ക്വസ്റ്റ്യൻ ആണ് ഇവൻ. അടുത്തേക്ക് പോകുന്ന മക്കളെ, ഇവിടെ എന്താണ് ഡൊമൈനും റേഞ്ചും ആവശ്യമുണ്ട്.
ഡൊമൈന്റെ റേഞ്ചിന്റെയും ഒരു ചോദ്യം നമുക്ക് എന്താണ് 4 മാർക്കിനകത്ത് ഉണ്ടാകും. അത് ഇത്തരത്തിലൊരു ഫംഗ്ഷൻ പറഞ്ഞുകൊണ്ട് തന്നെ ഇവന്റെ ഡൊമൈൻ എന്താണ്, ഇവന്റെ റേഞ്ച് എന്താണെന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകും. 2x - y അല്ലെങ്കിൽ 3x - y = 0 അതല്ലെങ്കിൽ x + y = 1 ഇങ്ങനെ എന്ത് വേണമെങ്കിലും ചോദിക്കാവുന്നതാണ്. ഞാൻ ഡെമോ എന്ന രീതിക്ക് എന്താണ് ഈ ഒരു ചോദ്യം എടുത്ത് എഴുതിയിട്ടുണ്ട്. അതല്ലെങ്കിൽ ഒരു x, x + 5 ഉണ്ട്, x എന്ന് പറയുന്നത് 0 1 2 3 4 ആണ്. അങ്ങനെയാണെങ്കിൽ എന്താണ് ഈ പറയുന്ന ഡൊമൈൻ റേഞ്ച്? ഇപ്പോൾ ഡൊമൈന്റെ റേഞ്ചിന്റെയും ഒരു ചോദ്യം നമുക്ക് എന്താണ് ഇത്തരത്തിൽ റിലേഷൻ പറഞ്ഞുകൊണ്ട് ചോദിക്കാവുന്നത് ആണെന്ന് എല്ലാവരും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഫംഗ്ഷൻസ് ഇതാണോ x + y = 3 സെയിം തന്നെയാണ്. ഡൊമൈൻ റേഞ്ചിന്റെ ഒരു ചോദ്യം നിൽക്കുന്നതാണ്, ഞാൻ കാണിച്ചു തന്നതാണ്. 4 മാർക്കിന്റെ ക്വസ്റ്റൻ എന്താണ്, 4 മാർക്കിന്റെ ചോദ്യമായിട്ടാണ് നിങ്ങൾക്ക് പൊതുവെ ഈ കാണുന്ന ഒരു ചോദ്യം ചോദിക്കാറ്, 4 മാർക്സ്. നെക്സ്റ്റ് വൺ, ഗ്രാഫ് നിങ്ങൾ പഠിക്കേണ്ടത് നിർബന്ധമായിട്ടും ഒന്ന് മോഡക്സ്, മറ്റൊന്ന് സിഗ്നം. ഈ മോഡക്സും സിഗ്നവുമാണ് കറന്റ് ട്രെൻഡ് നിൽക്കുന്നത്. അതായത് സിഗ്നം നമുക്ക് എന്താണ് 1 when x greater than 0, 0 when x equal 0, -1 when x less than 0 എന്ന് പറയുന്ന ഫംഗ്ഷനാണ് സിഗ്നം ഫംഗ്ഷൻ. സോ സിഗ്നം ഫംഗ്ഷന്റെ ഒരു ചോദ്യം ഉണ്ടാകാം, അതല്ലെങ്കിൽ സിഗ്നത്തിനോട് സിമിലർ ആയ ഒരു ടൈപ്പ് ചോദിക്കാം. മോഡുലസിന്റെ 4 വെറൈറ്റീസ്: മോഡ് ഓഫ് x - 2, മോഡ് ഓഫ് x + 2, മോഡ് x - 2, മോഡ് x + 2, മോഡ് ഓഫ് x + 2, മോഡ് ഓഫ് x - 2. ഇങ്ങനെ നിൽക്കുന്ന 4 ടൈപ്പ്. ഈ 4 ടൈപ്പ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിനകത്തുനിന്ന് ഒരാളായിരിക്കും നാളത്തെ എക്സാം ഹാളിൽ നിങ്ങൾ കാണുക ഗ്രാഫിക്കൽ ഭാഗത്തുനിന്ന്. 2024 പരീക്ഷയ്ക്കകത്തായാലും വലിയ മാറ്റമൊന്നും ഉണ്ടായിരുന്നില്ല. നിങ്ങളുടെ പണ്ടത്തെ സെക്കൻഡ് ടൈം എക്സാം ആയും വലിയ മാറ്റമൊന്നും ഉണ്ടായിരുന്നില്ല. ഇങ്ങനെ ഗ്രാഫ് തരും, എന്നിട്ട് ചോദിക്കും ഇത് ഏതിന് ഗ്രാഫാണ്. എൻ്റെ ഓർമ്മ ശരിയാണ്, 2023 സെക്കൻഡ് ടൈം എക്സാമിനകത്ത് ചോദിച്ചത് ഇത്തരത്തിലുള്ള ചോദ്യമായിരുന്നു. ഇങ്ങനെ ഗ്രാഫ് തന്നു, എന്നിട്ട് ചോദിച്ചത് ഏത് ഫംഗ്ഷൻ ആണെന്ന്. ബേസിക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ഇത് mod x - 3 ആണ്. ഇവിടെ 0.3 ആണ് കേട്ടോ, -3 ആണെങ്കിൽ ഇത് mod x - 3 ആണ്. സോ മുന്നോട്ട് പോകുന്നു. അടുത്തേക്ക് ഡൊമൈന്റെ റേഞ്ചിന്റെ ചോദ്യം അവസാനിച്ചിട്ടില്ല. നമ്മൾ മുമ്പ് ഡൊമൈൻ റേഞ്ച് പറഞ്ഞത് റിലേഷനിലാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ഡൊമൈൻ റേഞ്ച് പറയാൻ വേണ്ടി പോകുന്നത് ഫംഗ്ഷൻസിലാണ്. റാഷണൽ ഫംഗ്ഷന്റെ ഡൊമൈൻ റേഞ്ച് ചെയ്യേണ്ടത് ഇത്രമാത്രമാണ്: ഡിനോമിനേറ്ററിന് =0 കൊടുക്കാം, എന്നിട്ട് എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കുക. സോ ടോട്ടൽ റിയൽ നമ്പറിൽ നിന്ന് നമുക്ക് ആ കാണുന്ന എക്സിന് 2 വാല്യൂസ് ഉണ്ടാവും, അത് നമ്മൾ സബ്ട്രാക്ട് ചെയ്യുക. അത് മാത്രമാണ് ചെയ്യേണ്ടത്, വേറെ ഒന്നും വേണ്ട. ഓക്കെ, നമ്മൾ നേരെ പോകുന്നു മക്കളെ നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട സെറ്റ്സിലെ ട്രെൻഡിങ് ചോദ്യമാണ് ആദ്യമുള്ളത്. അതായത് യൂണിവേഴ്സൽ സെറ്റ് ഇന്റർസെക്ഷൻ എ, യൂണിവേഴ്സൽ സെറ്റ് യൂണിയൻ എ, എ ഇന്റർസെക്ഷൻ എ കോംപ്ലിമെന്റ്. കണ്ടോ, ഇങ്ങനത്തെ ചോദ്യങ്ങൾ എന്താണ് അവർക്ക് ട്രെൻഡിങ് ആയിട്ട് അവരെപ്പോഴും കാത്തു സൂക്ഷിക്കുന്നതാണ്. നാളത്തെ ഒന്നാമത്തെ ക്വസ്റ്റൻ എന്താണ്, ഒന്നുകിൽ ഇവനെ കാണാൻ പറ്റും, അതല്ലെങ്കിൽ നോക്കിയേ എ സബ്സെറ്റ് ഓഫ് ബി ആണെങ്കിൽ എ യൂണിയൻ ബി എന്ന്. ഇങ്ങനത്തെ വളരെ സിമ്പിൾ ക്വസ്റ്റൻ ആയി നിൽക്കുന്നത് പൊതുവെ 1 മാർക്കിന് ചോദിക്കാറ് ഫസ്റ്റ് ക്വസ്റ്റൻ ആയിട്ട്. അതായത് ഒന്നാമത്തെ ക്വസ്റ്റന് 2 സബ് പാർട്ട് ഉണ്ടാവും, 1 മാർക്കിന്റെ ഒരെണ്ണം, 2 മാർക്കിന്റെ ഒരെണ്ണം. ആൻഡ് ഇതും എന്താണ് ഒരു ഭാഗത്തിൽ ചോദിക്കുന്ന ഒരു ഭാഗം തന്നെയാണ്. അതായത് ഇന്റർവെല് തരും, നമ്മുടെ x belongs to -4 less than x less than 4 5 എന്ന് പറയും. ആൻഡ് യു വാണ്ട് ടു ഫൈൻഡ് ദി ഇന്റർവൽ. നമ്മൾ എന്താണ് ഇന്റർവെല്ല് കണ്ടുപിടിക്കണം. അങ്ങനത്തെ ഒരു ചോദ്യം എന്താണ് പൊതുവെ എക്സാമിന് ചോദിക്കാറുണ്ട്. ഒന്നും പഠിച്ചില്ലെങ്കിലും ഇവൻ പഠിക്കണം. ഡി മോഗൻസ് ലോ, ഈ സംഭവം വെരിഫൈ. എക്സാം പേപ്പറിൽ 100% ഉറപ്പുള്ള ചോദ്യം ഇത് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും അത് ഡി മോഗൻസ് ലോ വേണം. ഡി മോഗൻസ് ലോ ഇല്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവില്ല. നാളെ നിങ്ങൾ ചോദ്യ പേപ്പർ കിട്ടുമ്പോൾ ഡി മോഗൻസ് ലോ ഇല്ലെങ്കിൽ നിങ്ങൾ എന്ത് പറയണം, ഇത് +1 ചോദ്യ പേപ്പർ അല്ലാന്ന് പറഞ്ഞു. കാരണം അത്ര ഒരു ഉറപ്പായ ചോദ്യമാണ്. ഈ അടുത്ത കാലത്തെ എക്സാമിന്റെ ഹിസ്റ്ററി പരിശോധിച്ചു കഴിഞ്ഞാൽ എല്ലാ കൊല്ലവും മുടങ്ങാതെ ചോദിക്കുന്ന ഒരു ചോദ്യം അത് ഡി മോഗൻസ് ലോ ആണ്. ഇനി ബൈനോമിയൽ തിയറത്തിലേക്ക് പോകുമ്പോൾ നമ്പർ ഓഫ് ടേംസ് എത്ര എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ചോദ്യം ഉണ്ടാകും. അത് ഈ കാണുന്ന നമ്പർ മാറിക്കൊണ്ടിരിക്കും. ഓക്കെ, find the total number of terms in the expansion of x plus 1 by x whole raised to 10. അത് 11 ആകാം, അത് 2n ആകാം, അത് n ആകാം, അത് നമ്പർ എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ. ഉത്തരം എന്താണ്, ഈ കാണുന്ന പവർ ആരാണോ അതിനോട് 1 ആഡ് ചെയ്യുക, which means 11 ആണ് ഇതിന്റെ ആൻസർ. ഓപ്ഷൻ സി ആയിരിക്കും. സോ ഇങ്ങനത്തെ ഒരു ചോദ്യം ഉണ്ടാകും. ഇതിന് പുറമെ എക്സ്പാൻഡ് ചെയ്യുക എന്ന് പറഞ്ഞ ഒരു ചോദ്യവും ഉണ്ടാകും. അങ്ങനെ 2 ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾക്ക് ഈ ബൈനോമിയൽ തിയറം എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കുക. ഒന്ന് എക്സ്പാൻഷനും മറ്റൊന്ന് നമ്പർ ഓഫ് ടേംസ് ഇൻ ദി എക്സ്പാൻഷൻ ഓഫ് binomial, so in the expansion of
എക്സ് പ്ലസ് 1/x ഹോൾ റേസ് ടു 10 അല്ലെങ്കിൽ 2x + 5 ഹോൾ റേസ് ടു 11 എന്ത് വേണം ചോദിക്കാം കേട്ടോ. മുന്നോട്ട് പോകുന്നു. ട്രിഗണോമെട്രി എല്ലാവരുടെയും അടുത്ത പേടി സ്വപ്നം. ബോർഡ് എക്സാമിന് 9 മാർക്കിന് ചോദിക്കും. ബോർഡ് എക്സാം മാത്രമല്ല സെക്കൻഡ് ടൈം എക്സാമിനും അതുപോലെ തന്നെയാണ് 9 മാർക്കിന് നിങ്ങളുടെ എക്സാമിന് ചോദിക്കുന്ന ഒരു ചാപ്റ്ററാണ് ട്രിഗണോമെട്രി. ഒരു ചോദ്യം ഇങ്ങനത്തെയാണ്. ഒരു ചോദ്യം പണ്ട് ഷായി സാർ പറയുമായിരുന്നു, ഈ ചോദ്യം വന്നില്ലെങ്കിൽ നിങ്ങൾ പെട്രോൾ കൊണ്ടുവന്ന് എൻ്റെ വീട് കത്തിച്ചു. അത്രയ്ക്കും ഇമ്പോർട്ടൻറ്റ്, അത്രയ്ക്കും ഉറപ്പായ ഒരു ചോദ്യം. ക്വാഡ്രന്റ് പറയും, ഒരു ഫംഗ്ഷൻ പറയും, ബാക്കിയുള്ളവരുടെ വാല്യൂസ് കണ്ടുപിടിക്കാം. ഇത്തരത്തിലൊരു ക്വസ്റ്റ്യൻ ആണ് മക്കളെ പൊതുവെ എക്കാലവും ചോദിക്കാറ്. അതുപോലെ തന്നെ sin 75 നോട്ട് ചെയ്തോ, sin 75, sin 15, tan 75, tan 15 ഇങ്ങനെയുള്ള 4 പേരെ വിച്ച് മീൻസ് 75 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് 45 + 30 ആണ്. ആൻഡ് 15 അത് 45 - 30 ആണ്. സോ ബേസിക്കലി 45 ± 30യുടെ ഒരു കളിയാണെന്ന് കാണാൻ സാധിക്കാം. 45 + 30 45 - 30 ആയിരിക്കും ഉണ്ടാവുക എന്ന് എല്ലാവരും എക്കാലും ഓർത്തു വെക്കാം. അതാണ് ഈ പറയുന്ന സൈൻ 75 ഉള്ളത്. നേരെ പോകുന്നു അടുത്ത ക്വസ്റ്റ്യൻ. ഇങ്ങനത്തെ 1-2 ചോദ്യങ്ങളുണ്ട് കണ്ടോ. ഇതും രണ്ടും ഓൾമോസ്റ്റ് സിമിലറാ, ചുമ്മാ എക്സ്പാൻഡ് ആയി. ഇത് cos of a + b ഇത് cos of a - b അല്ലെങ്കിൽ cos of x + y cos of x - y അത് എക്സ്പാൻഡ് ചെയ്ത് ആൻസർ കിട്ടും. ഇതും അതുപോലെ തന്നെ tan of x + y tan of x - y എക്സ്പാൻഡ് ചെയ്യുക ഇതിലേക്ക് എത്തും. ഇത് നിർബന്ധമായിട്ട് പഠിക്കേണ്ട മറ്റൊരു സംഭവം. cos c + cos c അല്ലെങ്കിൽ cos x + cos y cos x - cos y sin x + sin y sin x - sin y എന്ന് പറയുന്ന 4 ഫോർമുലാസ് ഉണ്ട്. ആ ഫോർമുല ബേസ് ചെയ്തുകൊണ്ട് ഒരു ചോദ്യം ഉണ്ടാകും. ചിലപ്പോൾ നമുക്ക് എന്താണ് ഇവിടെ നമ്പർ ഓഫ് ടേംസ് ഒന്നും കൂടി കൂടാം, നല്ല cos 7x അങ്ങനെ വരാം. അങ്ങനെ വന്നാലും പേടിക്കണ്ട, സെയിം പോലെ തന്നെയാണ് ചെയ്യേണ്ടത്. cos x + cos y അല്ലെങ്കിൽ cos x - cos y sin x + sin y sin x - sin y എന്ന് പറഞ്ഞ ചോദ്യം നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നതായിരിക്കും. പെർമുട്ടേഷൻ കോമ്പിനേഷൻ, സെലക്ടിങ് എ കമ്മിറ്റീസ്, ഇതാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. ഒരു സെലക്ഷന്റെ ചോദ്യം നാളത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലുണ്ടാകും. നോട്ട് ചെയ്തോ. അടുത്ത ഇൻഇക്വാലിറ്റി. ഒന്നുകിൽ ഇങ്ങനത്തെ ഒരു ഇൻഇക്വാലിറ്റി എന്നിട്ട് ഇത് സോൾവ് ചെയ്യുക, ഒപ്പം തന്നെ നമ്പറിനെ റെപ്രസെന്റ് ചെയ്യാം. അതല്ലെങ്കിൽ ഒരു റാഷണൽ സംഭവത്തിനും വിച്ച് മീൻസ് ലൈക്ക് ദിസ്, സം 2x + 3 ഡിവൈഡഡ് ബൈ x 2 ലെസ് ദാൻ ഈക്വൽ ടു സം 9x + 2 ഡിവൈഡഡ് ബൈ 7 ഇങ്ങനെയൊക്കെ വന്നതാണ് സംഭവം തരും. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുക, ഇത് സോൾവ് ചെയ്യാന്ന് പറഞ്ഞ് ഒരു റാഷണൽ ഫംഗ്ഷൻ പോലെ നിൽക്കുന്ന രീതിക്ക് എന്താണ് ഒരു ചോദ്യം വേണമെങ്കിൽ എക്സാമിന് ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ചോദ്യമാണെന്നാണ് നമ്മൾ ഇൻഇക്വാലിറ്റി ചെയ്ത് പ്രതീക്ഷിക്കേണ്ടത്. ഒരു 3 മാർക്കിന് ചോദ്യമായിരിക്കും 3 മാർക്സ്. മുന്നോട്ട് പോകുന്നു. സീക്വൻസ് ആൻഡ് സീരീസ്. 3 ആകാം, 3, 33, 333, 4 3, 5 3 അങ്ങനെ പോകും. 4 ആകാം, 4, 44, 444, 4 4, 5 4, 8 ആകാം, 7 ആകാം. ഈ കാണുന്ന നമ്പർ എന്ത് വേണമെങ്കിലും ആകാം. അത് മാറിക്കൊണ്ടിരിക്കും. പക്ഷെ എല്ലാ ക്വസ്റ്റ്യനും ചെയ്യുന്ന മെത്തേഡ് സെയിം ആണെന്ന് എല്ലാവരും മനസ്സിലാക്കി. ഇതാണ് നമുക്ക് സീക്വൻസ് ആൻഡ് സീരീസിനകത്ത് നിർബന്ധമായിട്ട് പഠിക്കേണ്ട ഒരു ഭാഗം. അപ്പോൾ ചോദിക്കും സ്ട്രെയിറ്റ് ലൈൻസ് ഒന്നും. സ്ട്രെയിറ്റ് ലൈൻസ് ബേസിക്കലി ജോമെട്രിക്കൽ ഐഡിയാസ് വെച്ചാണ്. ജോമെട്രിക്കൽ ഐഡിയാസ് 1-2 കോൺസെപ്റ്റ് ആണ് എപ്പോഴും ചോദിക്കുക. ഒന്ന്, പെർപെൻഡിക്കുലർ ആണെങ്കിൽ ഈ 2 ലൈനിന്റെ സ്ലോപ്പിന്റെ പ്രൊഡക്റ്റ് -1, ആ കോൺസെപ്റ്റ് വെച്ച് ചോദ്യം. ഇതിന്റെ ഒരു എക്സ്റ്റൻഷന്റെ ഭാഗമായിട്ട് നോക്കിയേ, ഈ ലൈൻ ഇക്വേഷൻ അറിയാം. അങ്ങനെയാണെങ്കിൽ ഇത് പെർപെൻഡിക്കുലർ ആണ്. എന്താണ് ഇവന്റ് ഇക്വേഷൻ? സച്ച് ദാറ്റ് ഈ കാണുന്ന ലൈൻ പാസ് ചെയ്യുന്ന ഒരു പോയിന്റ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ട് ചോദ്യം ചോദിക്കാം. അങ്ങനത്തെ ടൈപ്പ് ചോദ്യങ്ങൾ, അത് ഗംഭീരമായ ക്വസ്റ്റ്യൻസ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും ഈ കാണുന്ന ക്വസ്റ്റ്യൻസ് നിർബന്ധമായിട്ടും ഇപ്പോൾ തന്നെ പഠിക്കാൻ വേണ്ടി ആരംഭിക്കുന്നത് പറഞ്ഞുകൊണ്ട് നാളെ നമുക്ക് രാവിലെ സമയമുണ്ട്, പേടിക്കണ്ട. ഇന്ന് രാത്രി സമയമുണ്ട്. ഇന്ന് രാത്രി നമ്മൾ എന്താണ് എല്ലാ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്ത് നമ്മൾ എക്സാമിലേക്ക് അതിഗംഭീരമായിട്ട് മുന്നോട്ട് പോകും. എക്സാം നമ്മൾ അതിഗംഭീരമായിട്ട് എഴുതും. നാളത്തെ പുലരി നമ്മുടെ തന്നെ ആയിരിക്കും. നാളെ നമ്മൾ എന്താണ് വീണ്ടും ഒന്നുകൂടി റിവൈസ് ചെയ്ത് നാളെ മോർണിംഗ് 6 AM നിങ്ങൾക്കുള്ള ബൂസ്റ്റർ ക്ലാസ്സുമായിട്ട് ഞങ്ങൾ വരും. ആൻഡ് ഉച്ചയ്ക്ക് നിങ്ങൾ എക്സാം എഴുതാൻ വേണ്ടി പോകുന്നു. അടിച്ചു പൊളിച്ച് പരീക്ഷ എഴുതി നമ്മൾ അതിഗംഭീരമായിട്ട് പഠിച്ച് മുന്നോട്ട് പോകും. ആൻഡ് ഒറ്റ കാര്യം കൂടി, നാളെ വൈകുന്നേരം 7 മണിക്ക് നിങ്ങൾക്ക് ബാക്കിയുള്ള ദിവസം ഇനി ഒരുപാട് ഗ്യാപ്പ് വരുന്നുണ്ട്, ഒരുപാട് ദിവസം ഗ്യാപ്പ് ഉണ്ട്. സോ ഈ കാണുന്ന
ദിവസമുള്ള ഗ്യാപ്പുകൾ എങ്ങനെ നിങ്ങൾ കൃത്യമായിട്ട് അലോക്കേറ്റ് ചെയ്യണം. ഓരോ ദിവസം എന്ത് പഠിക്കണം, ഫിസിക്സ് പഠിക്കണമോ ബയോളജി പഠിക്കണമോ എന്നൊക്കെ തന്നെ വല്ലാത്തൊരു കൺഫ്യൂഷനിലേക്ക് എല്ലാവരും. അതിനു വേണ്ടി ഒരു സ്റ്റഡി പ്ലാനും ഒപ്പം തന്നെ ഫിസിക്സിന്റെ ദി മോസ്റ്റ് ഇമ്പോർട്ടന്റ് 100 ക്വസ്റ്റ്യൻ ലൈവുമായിട്ട് നിങ്ങളുടെ പ്രിയപ്പെട്ട NK സാറും ജസീൽ സാറും വരുന്നുണ്ടാവും. സോ എല്ലാവരും അവിടെ ഉണ്ടാവുക, ഗംഭീരമായിട്ട് മനസ്സിലാക്കുക എന്താണ് സൈലം നിങ്ങൾക്ക് വേണ്ടി കാത്തുവച്ച സ്റ്റഡി പ്ലാനും അതുപോലെ തന്നെ ഫിസിക്സിലെ ദി മോസ്റ്റ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസും. സോ ഗൈസ് ബൈ, താങ്ക് യു ഓൾ. സൈനിങ് ഓഫ് അഫ്നാസ് AK ഫ്രം Xylem Learning. Good night.